കോതമംഗലത്തെ ത്രിതല പഞ്ചായത്തുകളിലെ ഭരണകർത്താക്കളെ കണ്ടെത്താൻ എണ്ണേണ്ടത് 1,61,156 വോട്ടുകൾ. കോതമംഗലത്ത് മുനിസിപ്പാലിറ്റിയിൽ 24,324 വോട്ടുകളാണ് എണ്ണാനുള്ളത്. മുനിസിപ്പാലിറ്റിയും 5 ഗ്രാമപഞ്ചായത്തുകളും LDFും 5 ഗ്രാമപഞ്ചായത്തുകൾ UDFുമാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഇതിൽ ഏത് വിധത്തിലുള്ള മാറ്റമാണ് ഉണ്ടാകുക എന്നാണ് ഇനി അറിയേണ്ടത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 10 പഞ്ചായത്തുകളിലായി 1,31,156 പേർ വോട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ സ്ഥാനാർത്ഥികൾക്കായാണ് ഇത്രയും വോട്ട് ലഭിച്ചിട്ടുള്ളത്. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ 33 വാർഡുകളിലെ സ്ഥാനാർത്ഥികൾക്കായി രേഖപ്പെടുത്തിയിട്ടുള്ളത് 24,324 വോട്ടുകളാണ്. ആകെയുള്ളതിൻ്റെ 74.84% പേർ വോട്ട് ചെയ്തു. 438 മുതൽ 945 വരെയാണ് ഓരോ വാർഡുകളിലെ വോട്ടുകളുടെ എണ്ണം. ഇത്രയും വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ ഇനി ആര് ഭരണപക്ഷമാകും എന്ന് അറിയാനാകും. ബ്ലോക്ക് പഞ്ചായത്തും 5 ഗ്രാമപഞ്ചായത്തുകളും UDF ആണ് നിലവിൽ ഭരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിലും 5 പഞ്ചായത്തുകളിലും LDF ഭരണമാണ്. കീരമ്പാറ, കുട്ടമ്പുഴ, പിണ്ടിമന, വാരപ്പെട്ടി, പോത്താനിക്കാട് എന്നിവയാണ് UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ. കോട്ടപ്പടി, നെല്ലിക്കുഴി, പല്ലാരിമംഗലം, പൈങ്ങോട്ടൂർ, കവളങ്ങാട് എന്നിവ LDF ഭരണത്തിലാണ്. നിലവിലുള്ള ഭരണം നിലനിർത്തുമെന്നും മറ്റുള്ളവ പിടിച്ചെടുക്കുമെന്നുമാണ് 2 മുന്നണികളുടെയും അവകാശവാദം. ചില അട്ടിമറികൾക്ക് സാധ്യതയുണ്ടെന്നു തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അനുകൂലമായ തരംഗം ഉണ്ടായെന്നും വലിയ ആധിപത്യം നേടുമെന്നുമാണ് UDFിൻ്റെ അവകാശവാദം. വലിയ തോതിൽ നില മെച്ചപ്പെടുത്തിയില്ലെങ്കിലും വലിയ പരിക്കേൽക്കില്ലെന്നാണ് LDFിൻ്റെ നിഗമനം. ന്യൂസ് ഡെസ്ക് GTV ന്യൂസ്.